ഹായ് ഇതാ ഒക്കെ സൂപ്പറായി ബീഫ് കട്ട് ചെയ്തിട്ട് കേട്ടോ. കട്ട് ചെയ്ത് സൂപ്പറായി കഴുകിയിട്ട് എടുത്ത് വെച്ചിരിക്കണം. എന്ത് ചെയ്യാനും അറിയുമോ? എന്താ കുറച്ച് ഉപ്പിടുണ്ട് കേട്ടോ. ഉപ്പിടുക. ഇതാ കുറച്ച് ഗരം മസാല ഇടുന്നുണ്ട് കേട്ടോ. അളവിന് നിറയൊന്നുമില്ല, കുറച്ച്. പിന്നെ ഇതാ കുറച്ചിതാ മീറ്റ് മസാല. ഇതാ പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി ഇടുക കേട്ടോ. അളവ് നിറയില്ല, കുറച്ചിതാ കുറച്ച് പറന്നതിന് പോയി പോയി. എന്നിട്ടിതാ കുറച്ചിതാ വെളിച്ചെണ്ണ ഞാൻ കേട്ടാ കുറച്ച് ഒഴിക്കുന്നുണ്ട്. ഉണ്ടോ? എന്നിട്ട് കുറച്ച് കൈ കഴുകിട്ട് കേട്ടാ. സൂപ്പറായി കൈ കഴുകിയിട്ടുണ്ട് കേട്ടാ. കൈയിട്ടൊക്കെ മിക്സ് ആക്കാം. കുറച്ച് നന്നായിട്ടല്ല ഇറച്ചിയിലൊക്കെ പെടുന്ന പോലെ മിക്സ് ആക്കാം കേട്ടാ. സൂപ്പറായി മിക്സ് ആക്കാം. വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടാ. വെള്ളം ഒഴിച്ചിട്ടാ ഇറച്ചി ഇങ്ങനെ 3 പോലെ ഇട്ട് വെച്ചാൽ മതി കേട്ടാ. എന്താണ് ഇറച്ചിയിൽ നിന്നും വെള്ളം വരും, വേവും കേട്ടാ. ഞാൻ ഇനി വിസിൽ വിടാൻ പോവാണ്. ഓക്കെ, അടച്ചിട്ട് വിസിൽ വിട്ട് സൂപ്പറായി വേവിച്ചിട്ടുണ്ട്. 4 വിസിൽ വിട്ടിട്ടുണ്ട് കേട്ടാ. വെളിയിൽ എന്ത് വയ്ക്കുക? ബീഫ് വെളിയിലേ വയ്ക്കുള്ളൂ കേട്ടോ. ഇവിടെ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. ഇതാ കയ്യിലൊക്കെ എന്തൊക്കെ വരണതാ. മറ്റേത് ഇടിക്കോട്ട് വാങ്ങിച്ചപ്പോൾ ഉണ്ടായിരുന്നതാണ് കേട്ടോ. ഇതില് കുരുമുളക്, പെരിയ ജീരകം, പട്ട, ഗ്രാമ്പ്, ഏലക്ക, കസകസ എല്ലാം ഉണ്ട്. പിന്നെ ഇതാ ഇപ്പുറത്ത് എന്താണുള്ളത് ഉണ്ടാക്കി ചെയ്തിട്ടാ പൊടി മാറ്റാം. അത് ഇതാ ഇതാ ഇതൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇതാ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ആദ്യം ഇതിട്ട് കേട്ടാ. മുളക് ഇട്ടിട്ടുണ്ട് കേട്ടാ. കറണ്ട് ഇതാ കുറച്ച് സവാള ഇടുന്നുണ്ട് കേട്ടാ. ഉണക്കിയെടുക്കാനായിട്ട് ഉപ്പ് ഇതാ കുറച്ച് ഉപ്പുണ്ട് കേട്ടാ. 2ാം പ്രാവശ്യം ഉപ്പിട്ട് കഴിഞ്ഞിട്ടിപ്പോൾ എപ്പൊക്കെ പറഞ്ഞാൽ ഇറച്ചി മറ്റേ വേവിക്കാനായിട്ട് കുക്കറിൻ്റെ ഇടുമ്പോൾ ഉപ്പൊരിക്കിട്ടിട്ടുണ്ട് കേട്ടാ. வெங்காயமெல்லாம் வணங்கியாச்சு. இனி அடுத்து தக்காளி. സൂപ്പറായ ഉള്ളിയൊക്കെ വണങ്ങിയിട്ടുണ്ട് കേട്ടോ. സബോള ഇതാ ഇനി തക്കാളി കുറച്ച് വണക്കിയെടുക്കാം. ഓക്കെ, അളവിന് പാകത്തിനൊക്കെ പൊടിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. എന്ത് പൊടിയൊക്കെ പറഞ്ഞാൽ മല്ലിപ്പൊടി, മീറ്റ് മസാല, മുളക് പൊടി കേട്ടാ. അത് കാരം അളവാക്കാൻ പോകണം. അളവായിട്ടാണ് എരിവിടാൻ കാരണം ചേച്ചിൻ്റെ കുട്ടികളൊക്കെ അവിടെ വന്നിട്ടുണ്ട്. அவங்க சாப்பிட மாட்டாங்க. அவங்கன்னല്ല அப்பவும் காரம் இருந்தால் சாப்பிட மாட்டாங்க. നമുക്ക് കുഴപ്പമില്ല എരിവ്, അവർ കുട്ടികൾക്കാവില്ലല്ലോ. അതിനാல അളവാ പോട്ടിருக்கேன். 3 നാൾ ഇപ്പുറത്തേക്ക് കാണിച്ചു കേട്ടാ. പുറത്ത് കിടപ്പ് കണ്ടോ. അവൻ ചോറ് കഴിക്കില്ല കേട്ടാ. എന്താണെന്ന് അറിയുമോ? ഇറച്ചിയുണ്ട് പറഞ്ഞിട്ട് കഴിക്കില്ല അവൻ. TV നോക്കുന്നുണ്ടോ? ഇവിടെ നോക്ക് ക്യാമറയില്. നോക്കണ്ട എത്ര ശാന്തത്തോടെ നോക്കുന്നു. ദേശീയത്തിലാണ് ഇങ്ങനെ അടിച്ച് പൊട്ടിക്കാൻ തക്കാളിനൊക്കെ അതിട്ടൂടെ. അടുത്താണ് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഇടുക കേട്ടാ. പറഞ്ഞിട്ട് இஞ்சி பூண்டு பேஸ்ட் போட போறேன். മലയാളമൊക്കെ അറിയട്ടാ. അറിയാലോ. சப்போஸ் அது தப்பா போயிடுச்சுன்னா தமிழே நம்மளுக்கு தற்குறியிலியாக்கு நம்ம பேசுறது. ஒரு மலையாளம் பேசி தப்பா போச்சுன்னா மானக்கேடு.
அதனால மலையாளம் வந்து பேசுறது മലയാളമൊക്കെ സൂപ്പറായി അറിയാം, സംസാരിക്കുന്നത് മാത്രമേ. കേട്ട് கொஞ்சம் கொஞ்சம் അടിപൊളിയായിട്ട് റെസിപ്പി വീഡിയോ ആയിട്ട് എടുത്തുകൊണ്ടിരിക്കും. ചെത്താമ്പ് കൊണ്ട് എടുത്തുകൊണ്ടിരിക്കുക കേട്ടാ. ചെത്താമ്പുക സമയമൊക്കെ സൂപ്പറായി. ரெசிபி வீடியோன்னு சொல்லாதீங்க. എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക, സൂപ്പറായിട്ടുണ്ടാവും. വേണ്ട വേണ്ട. കാലാവസ്ഥ കണ്ട സൂപ്പറായിട്ടുണ്ട്. ഇതാണ് ചേച്ചി കേട്ടോ. ഒക്കെ പണി ചെയ്തിട്ട് ഡ്രസ്സൊക്കെ അങ്ങനെ ഷർട്ടൊക്കെ ഇട്ട് നടക്കുകയാണ്. പണിക്ക് പോയിട്ട് വന്നിരിക്കുകയാണ്. ചേച്ചിൻ്റെ കുട്ടിയിലാണ് അവിടെ ഉള്ളത് കേട്ടോ. ഇളക്കൊണ്ടിരിക്കാൻ കേട്ടാ. ഇന്നൊരാളെ ഇവിടെ പറഞ്ഞാൽ അതാ അവിടെ ഇടുക്ക് കുട്ടിയൊക്കെ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇടിക്കുന്നുണ്ടോ? இதெல்லாம் உங்க மேல இருக்கிற கோவத்தை கொண்டு வந்து இது மேல காட்டிட்டு இருக்கிறேன். കാട്ടി കാട്ടി നന്നായി കാണിച്ചാൽ അത് പൊടിയാവുള്ളൂ. അടുത്ത് പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മീറ്റ് മസാല പൊടി. കുട്ടികളൊക്കെ കേട്ടാ നീ ഇറച്ചിയിട്ട് വെള്ളം ഒഴിച്ചാ. ഇനി അതെടുത്ത് ഊറ്റണം, കുടിക്കണമല്ലേ. ഇറച്ചി ഇടാൻ പോകണ്ട, ഒഴിച്ചു ഒഴിച്ചു. മൂഞ്ചിൽ ധരിക്കാൻ പറഞ്ഞിട്ട് മതി. നെയ്യ് ഉണ്ട്, അതിൻ്റെ വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. അതിന്റെ പോടണം തട്ടി ചൂട്. അത് റെസിപ്പി ചെയ്യലേട്ടാ. അങ്ങനെ ഇറച്ചി ഇടുന്ന റെസിപ്പി. ചൂട് കാരണം കുറച്ച് ചൂട് ഇറച്ചി ഉണ്ടാക്കി. എത്ര ബന്ധം എങ്ങനെ സൂപ്പറായിട്ടിരിക്കുന്നത്. ഓരോ ബന്ധം நான் அளவா 3 விசில் வச்சிருந்தா മതി. 4-4.5 വിസിൽ വിട്ടു കേട്ടാ. അതാണ് കുറച്ച് വേവ് കൂടിപ്പോയി. അടുത്ത് പൊടിച്ച് വെച്ച പൊടി, പട്ട ഗ്രാമ്പ്, പട്ട ഗ്രാമ്പ്, കുരുമുളക്, അതാ പൊടി. തിളച്ച് കുറച്ച് വെള്ളം പറ്റിയിട്ടുണ്ട് കേട്ടാ. തീ കാത്തുക്ക് தெரியவே மாட்டேங்குது. സെറ്റായി വരട്ടെ. ചെത്തി കഴിഞ്ഞ് വീട്ടിൽ വന്നു കേട്ടാ. ഇതാ ഇനി ഒരാളുടെ പണി തരുന്നിട്ടില്ല. പണിയോടെ പണിയാണ് കേട്ടാ. ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കാൻ കേട്ടാ. അവിടെ ചപ്പാത്തി അവിടെ ഇതുണ്ടോ? ചപ്പാത്തി നിറയെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ റെസിപ്പി എഴുതി നോക്കാട്ടാ. നല്ല വിശപ്പുണ്ട് കേട്ടോ. ചെങ്ങേരിട്ട് വന്ന കാരണം കേട്ടാ. വീട്ടിലെന്താക്കി വെച്ചിരിക്കുന്നത് പറഞ്ഞാൽ ഇതാ ചപ്പാത്തി കണ്ടാ. എനിക്ക് ഇതാ വൈഫിനുണ്ട് കേട്ടാ. ഇതാ അപ്പൂരുണ്ടാക്കിയത് കണ്ടാ. ഇതാ പിങ്ക് കളർ ചപ്പാത്തി. പിങ്ക് എങ്ങനെയാണ് ആരെങ്കിലും അറിയുമോ? അറിയണമെങ്കിൽ ഇനി ഒരിക്കലും വീഡിയോ ചെയ്യട്ടാ. നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഓക്കെ. എന്താണ് സ്പെഷ്യൽ തുറക്കാൻ പോകട്ടാ. അത് കണ്ടാ സൂപ്പറായി ആക്കിയിട്ടുണ്ട്. അടുത്ത ഇതിന് വിളക്ക് കൂടി കേട്ടാ. പൊറോട്ട വാങ്ങിച്ച് വരാൻ പറഞ്ഞിട്ടായിരുന്നു. വിളിച്ചു ചോദിച്ചപ്പോൾ എല്ലാവർക്കും സൂപ്പറായി ചപ്പാത്തി വെച്ചപ്പോണ്ടല്ലോ. അത് കാരണം പൊറോട്ട വാങ്ങിച്ചില്ല. ഇതാ എങ്ങനെയുണ്ടെന്ന് കഴിച്ച് നോക്കാം. ചപ്പാത്തിയും ബീഫും കേട്ടാ ഇന്നത്തെ സ്പെഷ്യൽ. ഓക്കെ. ഇതാ ചപ്പാത്തി കുറച്ചെടുക്കുക. ഇതാ ബീഫ് പറഞ്ഞാൽ എന്താണ് പറഞ്ഞാൽ കുറച്ച് സൂപ്പറായി വെന്ത് പോയി. വിസിൽ വിട്ടതില്ലേ കുക്കറിൽ കുറച്ച് കൂടിപ്പോയിട്ടാ. അളവ് കൂടിപ്പോയി. അത് കാരണം കുറച്ച് കൂടുതൽ വെന്ത് പോയി. അത് കാരണം ഇറച്ചി ഇങ്ങനെ തൊടുമ്പോൾ ഇത് കണ്ട ഇതാ എങ്ങനെ പൊട്ടിപ്പോണ്. കൂടി വെന്ത് പോയിട്ടാ. വേവ് കൂടിപ്പോയി. അത് കാരണമാണ്. ഓക്കെ. ടേസ്റ്റ് എങ്ങനെയുണ്ട് നോക്കാം. വേവ് കൂടിയാലോ. ഓക്കെ.
ടേസ്റ്റിന് ഒരു കുറവില്ല കേട്ടോ. വേവ് മാത്രം കൂടിയിട്ടുള്ളൂ. അടുത്ത പ്രാവശ്യം വയ്ക്കുമ്പോൾ കുറച്ച് വേവ് കുറച്ച് വെക്കാം കേട്ടോ. വിസിലിൻ്റെ കണക്ക് മറന്നു പോയിട്ടാ. ഇപ്പോൾ ഇനി വയ്ക്കുമ്പോൾ കറക്റ്റാകും. ഓക്കെ, നിങ്ങൾ ഉച്ചയ്ക്ക് എന്ത് ബീഫ് കഴിച്ചോ എന്ത് കഴിച്ചോ എന്ന് കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ.